ഹലോ നിങ്ങളും ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട. വൈകുന്നേരം 5 മണി കഴിയുമ്പോൾ എൻ്റെ ക്ലിനിക്കിലേക്ക് വന്നാൽ മതി. അവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോകാം. ആ ഡോക്ടർ പറഞ്ഞത് നേരാ. അവിടെ വന്നു കഴിഞ്ഞാൽ ബസ് കാശ് വരെ പിടിച്ചു മേടിച്ചു വെക്കുക, നടന്നേ പോക്ക് നടക്കുള്ളൂ. ആ അവന്റെ വീട്ടുകാർ സന്തോഷം കൊണ്ട് ഒരു പുൽച്ചാടി പോലത്തെ ബൈക്ക് ഉണ്ടല്ലോ, അത് മേടിച്ച് അവന് കൊടുത്തു. അവൻ സന്തോഷം കൊണ്ട് അവന്റെ തൊലി റോഡിന് കൊടുത്തു. പിന്നെ എന്റെ അച്ഛൻ മരിച്ചു, വീൽ ചെയറിൽ നിന്ന് വീഴുന്നാണ് മരിച്ചത്. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ മരിച്ചതായിട്ട് നാട്ടുകാരൊന്നും അറിഞ്ഞില്ല. അപ്പൊ അത് പത്രത്തിൽ കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ നിയമം? പത്രത്തിൽ കൊടുക്കണമെങ്കിൽ ഏതാണ്ട് ഒരു വാക്കിനാണ്ട് 100 രൂപയാ. ഒരു വാക്കിന് 100 രൂപ. അപ്പൊ അച്ഛൻ മരിച്ചു എന്ന് കൊടുത്താൽ മതി? അല്ല, അത് പറ്റത്തില്ല. മിനിമം ഒരു 5 വാക്കുകളോടല്ലേ പത്രക്കാർ എടുക്കുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പൊ അച്ഛൻ മരിച്ചു, വീൽ ചെയർ വിൽപ്പനയ്ക്ക് എന്ന് കൊടുത്താലോ? ആ അത് കൊള്ളാം. അത് പത്രത്തിലല്ല കൊടുക്കണ്ട, OLC കൊടുക്കണം. അവര് കൊണ്ടുപോകും, നല്ല ലാഭം കിട്ടും നിങ്ങൾക്ക്. അതെ നിനക്ക് ഇഞ്ചക്ഷൻ ഉണ്ടോ? കേട്ടോ, നിനക്ക് ഇഞ്ചക്ഷൻ ഉണ്ടോ? ഡോക്ടറെ എനിക്ക് പേടിയാ ഡോക്ടറെ, പ്ലീസ്. അങ്ങനെ പേച്ചാൽ എങ്ങനെയാ? എനിക്ക് തല കറങ്ങുന്നു. വാവു മാറണ്ടേ, പാപ്പം തിന്നണ്ടേ? അങ്ങനെ പേച്ചാ കൊള്ളൂല. എനിക്ക് തല കറങ്ങും ഇഞ്ചക്ഷൻ എടുത്താ. എടാ നീ പേടിക്കണ്ട, നിന്റെ തലകറക്കൊക്കെ മാറും. ഇഞ്ചക്ഷൻ എടുക്കണ ഞാനല്ല, സിസ്റ്റർ സൂസന്നെയാ. എടുക്കണ്ടേ? ഇങ്ങോട്ട് കിടക്ക്, ഞാൻ കുത്താ. അയ്യോ തമരുകമ്പി. അങ്ങോട്ട് കിടക്കടോ. ഇത് വിജയപരമായിട്ട് നിക്ഷേപിക്കുമോ? തീർച്ചയായിട്ടും. റോക്കറ്റ് അല്ലേ? അയ്യോ റോക്കറ്റ് അല്ലേ ഇത്, ഫ്രിഡ്ജാ. ഇങ്ങനൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ